to Sanvi PSC Tips. 2021-24 ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഫസ്റ്റ് ഒരു മോക്ക് എക്സാം പോലെ ആയിരിക്കും, പിന്നെ അതിൻ്റെ ആൻസേഴ്സ്, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് കുറച്ച് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസ് 2021 ഫസ്റ്റ് ഫേസിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഒരു മോക്ക് എക്സാം പോലെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ മലയാളം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ പേപ്പറിൽ എന്തെങ്കിലും ആൻസർ മാർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ പിന്നെ ആൻസർ പറയും, അത് ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ അതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ വർവണ, ഓപ്ഷൻ ബി മഷിക, ഓപ്ഷൻ സി ചർവണ, ഓപ്ഷൻ ഡി വമ്രി. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ഒരു പേപ്പറിൽ എന്തെങ്കിലും മാർക്ക് ചെയ്ത് പോവുക. സലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ എ മിടുക്കന്മാർ, ഓപ്ഷൻ ബി ജനങ്ങൾ, ഓപ്ഷൻ സി കുട്ടികൾ, ഓപ്ഷൻ ഡി അധ്യാപകർ. തേർഡ് ക്വസ്റ്റ്യൻ, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കടുവ കൂട്ടിൽ തലയിടുക, ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക, ഓപ്ഷൻ സി പൊടിയിട്ട് വിളക്കുക, ഓപ്ഷൻ ഡി അടിക്കല്ലും മാന്തുക. എതിർലിംഗം കണ്ടെത്തുക. യാചകൻ, ഓപ്ഷൻ എ യാചിക, ഓപ്ഷൻ ബി യാചിനി, ഓപ്ഷൻ സി യാചകി, ഓപ്ഷൻ ഡി യാജി. ഇൻ അക്കോർഡൻസ് വിത്ത്, ഉചിതമായ മലയാള പരിഭാഷ ഏത്? ഇൻ അക്കോർഡൻസ് വിത്ത്. ഓപ്ഷൻ എ അതത് സമയത്ത്, ഓപ്ഷൻ ബി അതാണ് ആവശ്യം, ഓപ്ഷൻ സി അതനുസരിച്ച്, ഓപ്ഷൻ ഡി അതിന് പുറമെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം. ഓപ്ഷൻ എ ഗാംഭീര്യം, ഓപ്ഷൻ ബി ഗൗരവം, ഓപ്ഷൻ സി ഗംഭീരം, ഓപ്ഷൻ ഡി ഗൗരം. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അവധൂതൻ, ഓപ്ഷൻ ബി അവധൂതൻ, ഓപ്ഷൻ സി അവധൂതൻ, ഓപ്ഷൻ സി അവധൂതൻ. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ എല്ലാ വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട്, ഓപ്ഷൻ ബി അവൻ എല്ലാ ദിവസവും വരും, ഓപ്ഷൻ സി ഞങ്ങൾ ഓരോ വീട് തോറും നടന്നു കണ്ടു, ഓപ്ഷൻ ഡി കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ഇന്ന് അധികം ഈ, ഇന്നി, ഈ പ്ലസ് നീ, ഓപ്ഷൻ സി ഇന്ന് അധികം നീ, ഓപ്ഷൻ ഡി ഈ പ്ലസ് നീ. വിപരീത പദം എഴുതുക. രസം. ഓപ്ഷൻ എ വിരസം, ഓപ്ഷൻ ബി നീരസം, ഓപ്ഷൻ സി അതിരസം, ഓപ്ഷൻ ഡി സരസം. ഇനി നമുക്ക് അതിൻ്റെ ആൻസറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏത്? അതിൻ്റെ ആൻസർ വമ്രി. ഉറുമ്പിൻ്റെ സമാന പദങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? പിപീലിക, വമ്രി, വൽമി. പിപീലിക, വമ്രി, വൽമി. മഷിക, ഈച്ച. ചർവണം, അയവിറക്കൽ, പറഞ്ഞത് വീണ്ടും പറയുക. ചർവണം എന്ന് വെച്ചാൽ അയവിറക്കൽ, പറഞ്ഞത് വീണ്ടും പറയുക. ഉറക്കം, ഉറക്കത്തിൻ്റെത് എന്താണ്? നിദ്ര, സുഷുപ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, മിടുക്കന്മാർ. സലിംഗ ബഹുവചനം എന്താണ്? സ്ത്രീ, പുരുഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു. മാർ, കൾ എന്നിവ പ്രത്യയങ്ങളാണ്. പുല്ലിംഗ ബഹുവചനം പുരുഷ ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം സുന്ദരന്മാർ, ആശാരിമാർ. സ്ത്രീലിംഗ ബഹുവചനം സ്ത്രീ ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം വനിതകൾ, അമ്മമാർ. നപുംസക ബഹുവചനം നപുംസക ശബ്ദങ്ങളെ കുറിക്കുന്നു. കൾ പ്രത്യയമാണ്, കള്ളാണ് പ്രത്യയം. ഉദാഹരണം മരങ്ങൾ, വീടുകൾ. അലിംഗ ബഹുവചനം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത്. സ്ത്രീ, പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്ന വചനം. അർ, മാർ, കൾ എന്നിവ തന്നെ ഇവിടെയും പ്രത്യയങ്ങൾ. ഉദാഹരണം സമർത്ഥർ, മിടുക്കർ. പൂജക ബഹുവചനം അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം സൂചിപ്പിക്കുന്നവ. ഉദാഹരണം ഭീഷ്മർ, അവർകൾ, ഗുരുക്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏതു? ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നതാണ്. അടിക്കല്ല് മാന്തുക, ഉന്മൂലന നാശം വരുത്തുക. അടുക്കളക്കാര്യം, വീട്ടുകാര്യം. അരവൈദ്യൻ ആളെ കൊല്ലി, അല്പജ്ഞാനം, ആപത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എതിർലിംഗം കണ്ടെത്തുക. യാചകൻ്റെ എതിർലിംഗം എന്താണ്? യാചകി. കവി, കവയത്രി. ചാക്യാർ, ഇല്ലൊടമ്മ.
ചാക്യാർ ഇല്ലോടമ്മ, മാടമ്പി കെട്ടിലമ്മ. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത് മലയാള പരിഭാഷ എന്താണ്? അതനുസരിച്ച്. ജസ്റ്റ് ഇൻ ടൈം കൃത്യസമയത്ത്. ദർ ഈസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. ഹീ പുട്ട് ഔട്ട് ദ ലാമ്പ് അവൻ വിളക്കണച്ചു. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്തത്. ആർഷം ഋഷിയെ സംബന്ധിച്ചത്. ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത്. ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം അവധൂതൻ. അപ്പം അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അതിനോടകം അതിനകം. അശ്ലേഷം അശേഷം. അസഹനീയം ഒരു സായുള്ളൂ അസഹനീയം. അടിമത്വം അടിമത്തം. അനാച്ഛാദനം അനാച്ഛാദനം. ഇതൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. അജഗജാന്തര വ്യത്യാസം അജഗജാന്തരം. ശരിയായ വാക്യം ഏത്? കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ആവർത്തന പദങ്ങളില്ല. എല്ലാ വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട് എന്നതിൻ്റെ ശരിയായ ഘടന. എല്ലാ വെള്ളിയാഴ്ചയും അവനെ കാണാറുണ്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട്. അവൻ എല്ലാ ദിവസവും വരും എന്നതിൻ്റെ ശരിയായ ഘടന. അവൻ ദിവസവും വരും. ഞങ്ങൾ ഓരോ വീട് തോറും നടന്നു കണ്ടു എന്നതിൻ്റെ ശരിയായ ഘടന. ഞങ്ങൾ വീട് തോറും നടന്നു കണ്ടു. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. കേരളത്തിലെ ജനതയുടെ ഭാവി ഓർത്ത് ദുഃഖിക്കുകയാണ് നമ്മൾ. കുട്ടികൾക്ക് 10 മുതൽ 15 വരെ രൂപ കൂലിയുണ്ട്. അപ്പം കുറച്ച് സെൻറ്റൻസുകൾ നമ്മളങ്ങനെ ചെയ്തു നോക്കുക. പിരിച്ചെഴുതുക. ഇന്നീ ഈ പ്ലസ് നീ. ആ ഈ എ ഇവയ്ക്ക് ചുട്ടെഴുത്തെന്ന പേർ എന്നാണ് പറയുന്നത്. ചുട്ടെഴുത്തെന്നാണ് പറയുന്നത്. അത് ചൂണ്ടിക്കാണിച്ച് പറയുന്ന വാക്കുകളായ അവൻ ഇവൻ എവൻ എന്നിവയുടെ പ്രകൃതിക്കു ചുട്ടെഴുത്തെന്ന പേർ അന്വർത്ഥമാണ്. ആ വക ചുട്ടെഴുത്തുകൾക്ക് പരമായി വരുന്ന എല്ലാ വ്യഞ്ജനങ്ങളും ഇരട്ടിക്കും. ഈ അധികം കണ്ട ഇക്കണ്ട. ഏ അധികം കാലം എക്കാലം. അതിയധികം ആപത്ത് അത്യാപത്ത്. വാഗ്വാദം വാഗധികം വാദം വാഗ്വാദം. വിപരീത പദം എഴുതുക. രസത്തിൻ്റെ വിപരീതം ഏതാണ്? നീരസം. അബദ്ധം സുബദ്ധം. ആദി അനാദി. ആസ്തികൻ നാസ്തികൻ. ഏകം അനേകം. രസം നീരസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.